നമസ്കാരം. അമേരിക്ക ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യമായ അപ്ഡേറ്റുകളൊന്നുമില്ലാത്തൊരു ദിവസമാണിന്ന്. പതിവ് പോലെ ഇറാനും ഇസ്രയേലും പരസ്പരം മിസൈൽ അയച്ച് രസിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പതിവ് പോലെ തൻ്റേതായ വിചിത്രമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഇറാൻ്റെ കാർഗ് ഐലൻഡിൽ അമേരിക്ക വലിയ വ്യോമാക്രമണം നടത്തിയിരുന്നെന്നും കാർഗ് ഐലൻഡ് പൂർണ്ണമായും അതിൻ്റെ സൈനിക സന്നാഹങ്ങൾ തകർത്തെന്നുമൊക്കെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപ് ആവർത്തിച്ച് ഇനിയൊന്നും അവിടെ ബാക്കിയില്ല, എങ്കിൽ പോലും ഒരു രസത്തിന് വേണ്ടി, ജസ്റ്റ് ഫോർ എ ഫൺ, ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ നടത്തുന്നു. അതേസമയം UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറാൻ വീണ്ടും മിസൈലുകൾ അയക്കുന്നു. അവയെല്ലാം പ്രതിരോധിക്കാൻ, തടയാൻ ആ രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയും കേട്ട വാർത്തകൾ തന്നെയാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് പുതുമയുള്ള വാർത്തകളൊന്നും ഇല്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സൂചനകളൊന്നുമില്ല. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചനയില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം വാർത്തകളുടെ ഉറവിടം ഇറാനാണ് എന്ന്. ഇറാന് പിടിച്ചു നിൽക്കാനുള്ള ഏക വഴിയാണ് ഇസ്രായേൽ തകരുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുക എന്നത്. ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇറാനിയൻ ജനതയോട് നുണ പറയണം. ഇതപ്പോൾ തന്നെ ഏറ്റുപിടിക്കുകയാണ് നമ്മുടെ ചില മാധ്യമങ്ങൾ. കേരളത്തിലെ ചില ചാനലുകൾ ആ വാർത്ത ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: IRGCയുടെ അവകാശവാദം ശരിയെങ്കിൽ നെതന്യാഹുവിന്റെ സാഹചര്യം എന്ത്, ആരോഗ്യസ്ഥിതി എന്ത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാധ്യമം ദിനപത്രം ആവേശത്തോടെ എഴുതി, നെതന്യാഹു മരിച്ചോ? സംശയം തീരാതെ സോഷ്യൽ മീഡിയ. വൈറൽ വീഡിയോ AI നിർമ്മിതമെന്നും കണ്ടെത്തൽ. ടെൽ അവീവ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളും വിവാദവും കൊടുമ്പിരികൊള്ളുകയാണ്. നെതന്യാഹു ഇറാൻ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹം പരക്കുന്നതിനിടെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതായി പുറത്തു വന്ന വീഡിയോ ആണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. വീഡിയോ ഒറിജിനൽ അല്ലെന്നും AI നിർമ്മിതമാണെന്നും സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം. തങ്ങളുടെ വാദത്തിന് തെളിവായി പരിപാടിയുടെ സ്ക്രീൻഷോട്ടും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ടിലെ നെതന്യാഹുവിൻ്റെ കയ്യിൽ 6 വിരലുകളുണ്ടെന്നും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും വിമർശകർ പറയുന്നു. നെതന്യാഹുവിൻ്റെ പ്രസംഗ വീഡിയോ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഊഹാപോഹങ്ങൾ ആരംഭിച്ചത്. ഒരു പ്രത്യേക ഫ്രെയിം ചർച്ചയുടെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. അംഗ്യം കാണിക്കുന്ന നെതന്യാഹുവിൻ്റെ കൈ വികൃതമായി കാണപ്പെട്ടെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. സ്ക്രീൻഷോട്ട് ചിത്രത്തിൽ 5 വിരലുകൾക്ക് പകരം 6 വിരലുകൾ കാണുന്നുണ്ട്. ഇതോടെ വീഡിയോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് നിഗമനത്തിലെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. നെതന്യാഹുവിൻ്റെ 6 വിരലുകളുള്ള സ്ക്രീൻഷോട്ടുമായി വിവാദം പെട്ടെന്ന് കത്തിപ്പടർന്നു. കൈ സൂക്ഷിച്ചു നോക്കുക എന്ന ക്യാച്ച് വേർഡുമായി സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പറക്കുന്നത്. പശ്ചിമേഷ്യ യുദ്ധം രൂക്ഷമായിരിക്കവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചിരുന്നു. ഇറാനിലെ വാർത്താ ഏജൻസിയായ ഫാർസ്, തസ്നീം എന്നിവ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഏതാനും ദിവസങ്ങൾ നെതന്യാഹുവിനെ പൊതുവേദികളിലോ പുതിയ വീഡിയോകളിലോ കാണാത്തതാണ് ഇത്തരം വാർത്തയ്ക്ക് പ്രചാരണം നൽകിയതും. ഇത് മാധ്യമത്തിൻ്റെ ഒരു ആവേശ കഥയാണെന്ന് ഓർക്കണം. നെതന്യാഹു ഒരു വീഡിയോയ്ക്ക് 6 വിരലുകളുണ്ട്, അതിനർത്ഥം നെതന്യാഹു ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ മാധ്യമം പ്രതീക്ഷയോടെ പറയുന്നു. ഇത്തരത്തിലുള്ള പ്രചരണം ഇതിനു മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ ഏറ്റെടുത്തിരുന്നു. അവർ സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും അഴിച്ചുവിട്ടതിൽ ഒന്ന് ഉന്മൂലനം ചെയ്യപ്പെടാതിരിക്കാൻ കരുതിയിരിക്കൂ എന്ന നെതന്യാഹുവിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇറാനിയൻ മീഡിയ ക്ലെയിംസ് നെതന്യാഹു കിൽഡ് ഇൻ സ്ട്രൈക്ക് ആസ് ഇസ്രായേൽ സൈലൻസ് ഫ്യൂൽ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് വാർത്തയും അവർ പ്രചരിപ്പിക്കുന്നു. സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധവെറിയന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന് സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നു. നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന് അവകാശപ്പെട്ട് ഇറാനിയൻ വാർത്താ ഏജൻസി എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലുകൾ, പ്രത്യേകിച്ച് ചന്ദ്രികയും മാധ്യമവുമൊക്കെ ആവേശം കൊള്ളുകയാണ്. വാസ്തവത്തിൽ ഇവരൊക്കെ ഏതുതരം ലോകത്തും ജീവിക്കുന്നവരാണ്. നെതന്യാഹു ഇപ്പോഴും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഇറാൻ അയക്കുന്ന എല്ലാ മിസൈലുകളും പ്രതിരോധിക്കാൻ കഴിയുമ്പോഴും ചില മിസൈലുകൾ ടെഹ്റാനിൽ പതിക്കാറുണ്ട്. അവ പതിക്കുന്നിടത്ത് നെതന്യാഹു പോയി സന്ദർശിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നെതന്യാഹു മിക്ക നേതാക്കളുമായി സംസാരിക്കുന്നതിനെയും പത്രങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ വാർത്തകൾ വരുമ്പോഴും നമ്മുടെ ചാനലുകളും പത്രങ്ങളും മാത്രം ആവേശത്തോടു കൂടി ഇത് പറയുന്നു. അവർ അതിനുവേണ്ടി പല കഥകൾ മെനയുന്നു. നെതന്യാഹു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല.
നെതന്യാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുഖം, ഒരു മനസ്സുഖം എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിച്ച് ആത്മവിശ്വാസം നിലനിർത്തേണ്ടതുണ്ട്. കേരളത്തിലെ മാപ്പറകൾക്ക് എക്കാലത്തും ഇങ്ങനെ തന്നെയാണ്. നെതന്യാഹുവിനെ കൊല്ലാൻ പോയിട്ട് നെതന്യാഹുവിൻ്റെ പരിസരത്ത് പോലും എത്തിക്കാനുള്ള ശേഷി ഇറാൻ്റെ മിസൈലുകൾക്കില്ല എന്ന് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ തകർന്നു പോകുന്ന ഇറാൻ തകരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രവണതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആരെഴുതിയതാണ് എന്ന് വ്യക്തതയില്ല, എനിക്ക് വാട്സാപ്പിൽ കിട്ടിയതാണ്. നെതന്യാഹു മരിച്ചെന്ന് മാധ്യമങ്ങൾ. പത്രസമ്മേളനം നെതന്യാഹു ആരാണ് ശരിക്കും തോൽക്കുന്നത്? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും ആഘോഷിച്ച വാർത്തയാണിത്. എന്നാൽ ഇന്ന് വൈകിട്ട് നെതന്യാഹു നേരിട്ട് പത്രസമ്മേളനം എത്തുന്ന വാർത്ത വരുമ്പോൾ ആ ശവക്കലർ പണിതവർ എവിടെ പോയി വിളിക്കും? ഇതൊരു വെറും വ്യാജ വാർത്തയല്ല. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു മനഃശാസ്ത്രമുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഇവർ നെതന്യാഹു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? ഇറാനിലെയും ഹമാസിലെയും ഹിസ്ബുള്ളയിലെയും ഉന്നത നേതാക്കൾ ഒന്നൊന്നായി ഇസ്രായേലിൻ്റെ കൃത്യമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ആ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വലിയൊരു മാനസിക തകർച്ച, മോറൽ ഡിഫീറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ തകർച്ച മറികടക്കാൻ അവർ കണ്ടെത്തുന്ന വഴി തിരിച്ചുമൊരാൾ മരിച്ചു എന്ന് സ്വയം വിശ്വസിപ്പിക്കുക എന്നതാണ്. ഇറാൻ നേതാക്കൾ കൊല്ലപ്പെട്ടതിന് പകരമായി നെതന്യാഹുവും കൊല്ലപ്പെടണം എന്ന വാശി ഒരുതരം പ്രതികാര മനോരോഗമായി മാറുകയാണ്. ഇതിനെയാണ് നാം ഇക്കോ ചേംബർ എന്ന് വിളിക്കുന്നത്. തങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം സത്യമെന്ന് വിശ്വസിക്കുന്ന അവസ്ഥ. രണ്ട്, ഇസ്രായേലിൻ്റെ സുരക്ഷാ കവചം ദ അയൺ വാൾ. ഇറാൻ നേതാക്കളും ഇസ്രായേൽ നേതാക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ സുരക്ഷാ സംവിധാനങ്ങളാണ്. ഇസ്രായേൽ ലോകത്തെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദും ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റുമാണ് നെതന്യാഹുവിൻ്റെ കാവൽ നിൽക്കുന്നത്. ഒരു ഈച്ച പോലും അറിയാതെ അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തുക സാധ്യമാണ്. അമേരിക്കയിലെ പ്രമുഖ റാബിമാർക്കെതിരെ പോലും വധഭീഷണി ഉണ്ടായപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ വലയം ആഗോളതലത്തിൽ ശക്തമാക്കിയിരുന്നു. ഇറാൻ തങ്ങളുടെ അതിഥിയായി വന്ന ഹമാസ് നേതാവിനെ പോലും സ്വന്തം മണ്ണിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ഇറാൻ്റെ സുരക്ഷാ വീഴ്ചയാണ് ലോകം കണ്ടത്. ഇവിടെയാണ് ഇസ്രായേലിൻ്റെ സാങ്കേതിക മികവും ഇറാൻ്റെ പതർച്ചയും വ്യക്തമാകുന്നത്. 3, മാധ്യമങ്ങളുടെ തീവ്രവാദ മനോഭാവം. ചില മലയാളം മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നുകൊണ്ടാണ്. വിദേശ മാധ്യമങ്ങൾ വസ്തുതകൾ പുറത്തുവിടുമ്പോഴും ഇവിടെ വാർത്താ ശവക്കല്ലറുകൾ പണിയുന്നവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുകയാണ്. തീവ്രവാദത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഇത്തരക്കാർ ഒരു ജനാധിപത്യ രാജ്യത്തിന് തലവൻ വധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ ഉള്ളിലെ കടുത്ത വിദ്വേഷത്തിന് തെളിവാണ്. 4, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അമേരിക്കയിലെ ജൂത നേതാക്കൾക്കെതിരെയുള്ള നീക്കങ്ങളെ അമേരിക്കൻ FBI അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ട്രംപ് ഭരണകൂടം വന്നതോടെ ഇസ്രായേലിന് നൽകുന്ന സുരക്ഷാ പിന്തുണ ഇരട്ടിയായിട്ടുണ്ട്. റഷ്യയുമായി ട്രംപ് നടത്തുന്ന ചർച്ചകളിൽ പോലും ഇസ്രായേലിൻ്റെ സുരക്ഷ ഒരു പ്രധാന വിഷയമാണ്. ചുരുക്കത്തിൽ യുദ്ധം നടക്കുന്നത് അതിർത്തികളിൽ മാത്രമല്ല, നമ്മുടെ ഫോണുകളിലെ സ്ക്രീനുകളിലുമാണ്. വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ സത്യം ഒരു പത്രസമ്മേളനത്തിന് ദൂരത്തിൽ പുറത്തു വരും. ഇന്ന് വൈകിട്ട് ബെഞ്ചമിൻ നെതന്യാഹു മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ കുഴിച്ചുമൂടിയ വാർത്തകൾക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം. ഇറാൻ ഇത് അസ്തമനമാണോ അതോ പുതിയ ഉദയത്തിന് തുടക്കമാണോ? സത്യമറിയാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ആശ്രയിക്കുക, വ്യാജ വാർത്താ ഫാക്ടറികളെ തള്ളിക്കളയുക. ഈ കുറിപ്പിൽ ഇതിൻ്റെ മനഃശാസ്ത്രം വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇഷ്ടമില്ലാത്തവരെയെല്ലാം പലതവണ കൊല്ലുന്ന ശീലം നമ്മുടെ ചില യൂട്യൂബുകൾക്കും നമ്മുടെ ചില മാപ്പറകൾക്കും പതിവാണ്. കോവിഡ് കാലത്ത് ഇവർ അമിത്ഷായും മോദിയെയും പലതവണ കൊന്നു തള്ളിയതാണ്. എന്തായാലും ഇത്തരക്കാർ കരഞ്ഞുകൊണ്ടിരിക്കും. ഇസ്രായേലും അമേരിക്കയും അവരുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കും. നിലവിളിക്കാൻ പോലും ശബ്ദമില്ലാതെ ഇറാൻ ഒടുങ്ങിയെന്നും വരാം.